വിയ്യൂർ സെൻട്രൽ ജയിലിന് സമീപത്ത് നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ അങ്ങനെ ഒരുപാട് നാൾ നീണ്ട തെരച്ചിലിനൊടുവിൽ പിടിയിലായിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെട്ട് കടന്നു കളയാമെന്ന് ബാലമുരുകൻ അങ്ങ് വിചാരിക്കേണ്ട. പിടികൂടിയിട്ടുണ്ട്. തെങ്കാശിയിൽ വാഹന പരിശോധനയ്ക്കിടയിലാണ് ബാലമുരുകൻ പിടിയിലായത്. യെസ്, അഹമ്മദ് മുജിതബ വിവരങ്ങൾ നൽകും. മുജിതബ, ഈ ബാലമുരുകനായി ഒരുപക്ഷെ വലിയ രീതിയിലുള്ള സന്നാഹങ്ങളോടെയൊക്കെയുള്ള തിരച്ചിൽ നടത്തിയപ്പോൾ ബാലമുരുകനെ പിടികൂടാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ തെങ്കാശിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഈ ബാലമുരുകൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ അതോ അപ്രതീക്ഷിതമായി പിടികൂടിയതാണോ എന്നറിയില്ല. എന്തായാലും ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. തമിഴ്നാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവുമുണ്ട്. എന്താണ് വിവരങ്ങൾ പുറത്തു വരുന്നത്? സൈഫുദ്ദീൻ, ഈ ബാലമുരുകന് വേണ്ടി തമിഴ്നാട് പോലീസ് തന്നെ വളരെ വിശദമായ തെരച്ചിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. 2 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ഇപ്പോൾ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബാലമുരുകൻ ഈ തെങ്കാശിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്യൂബ്രാഞ്ചിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായി വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് തമിഴ്നാട് പോലീസ് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്താണ് ജയിലിന്റെ പരിസരത്ത് വെച്ച് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തത്. പോലീസിനെ കബളിപ്പിച്ച് മൂത്രമൊഴിക്കാനുണ്ടെന്ന വ്യാജേന വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയും അതിൽ ചാടി രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് തമിഴ്നാട് പോലീസ് ജയിൽ അധികൃതരെയും കേരള പോലീസിനെയും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ 2 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ കുടുംബത്തിലെ ചില അത്യാഹിതങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ബാലമുരുകൻ ആ പരിസരത്ത് തന്നെ ഉണ്ടാകുമെന്ന് ക്യൂബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു നിരീക്ഷണം ആ പരിസരത്തുണ്ടായിരുന്നു. അതിനിടയിലാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഇത് ബാലമുരുകൻ തന്നെയാണെന്ന് ഉറപ്പാക്കുകയും ചെയ്ത ശേഷം തമിഴ്നാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലാകുന്ന വിവരങ്ങൾ അനുസരിച്ച് തമിഴ്നാട് പോലീസ് അവിടുത്തെ ബന്ധപ്പെട്ട കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വൈകാതെ കേരള പോലീസിന്, തൃശൂർ സിറ്റി പോലീസിന് കൈമാറുമെന്നാണ് വിവരം. എന്തായാലും നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ ബാലമുരുകൻ. 50-ലേറെ കേസുകൾ ഉണ്ടെന്നാണ്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി 50-ലേറെ കേസുകളുണ്ട്. അതിൽ കൊലപാതക കേസുകളുണ്ട്, മോഷണ ശ്രമങ്ങളുണ്ട്, പിടിച്ചുപറി ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. അത്തരമൊരു പ്രതി എന്നുള്ള നിലയ്ക്കാണ് കേരളത്തിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിയ്യൂരിലെ അതിസുരക്ഷാ തടവിലേക്ക് തന്നെ ബാലമുരുകനെ പ്രവേശിച്ചിരുന്നത്. പക്ഷെ അതിനിടയ്ക്ക് തമിഴ്നാട് പോലീസിന്റെ മറ്റൊരു കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് തമിഴ്നാട് പോലീസിന് കൈമാറിയ ശേഷം തിരിച്ചെത്തിക്കുമ്പോഴാണ് ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ നേരത്തെ ജൽസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായുള്ള അന്വേഷണത്തിനൊടുവിൽ ഈ പരിസരത്ത് തന്നെ ഉണ്ടാകും എന്നതുൾപ്പെടെയുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെങ്കാശി കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ്, പരിശോധനയിലാണ് ഇപ്പോൾ ബാലമുരുകൻ പിടിയിലായിരിക്കുന്നത്. എന്തായാലും ആശ്വാസമാണ്. ബാലമുരുകൻ പിടിയിലായിരിക്കുന്നു. 50-ലധികം കേസുള്ള ഒരാളെയാണ് ഇത്ര ലാഘവത്തോടെ തമിഴ്നാട് പോലീസ് കൈകാര്യം ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ്. മാത്രമല്ല, ഈ തെങ്കാശി വിട്ടു പോകാൻ സാധ്യതയില്ല എന്ന് തമിഴ്നാട് പോലീസ് കണക്ക് കൂട്ടിയിരുന്ന കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം കുപ്രസിദ്ധ പിടികിട്ടാപ്പുള്ളിയാണ്, വലിയ മൊട്ടാവൊക്കെയാണ്. പക്ഷെ അദ്ദേഹത്തിന് കുടുംബം വലിയ കൺസേണാണ്. ഭാര്യയുമായൊക്കെ ഉള്ള, മക്കളുമൊക്കെ ഉള്ള അടുപ്പം. ഭാര്യ ഇതിനിടയിൽ തെറ്റിപ്പോയി, അത് അദ്ദേഹത്തിന് വലിയ ട്രോമയുണ്ടാക്കി. ഇതൊക്കെ പോലീസ് തന്നെ പറയുന്നു. അപ്പം മക്കളുമായിട്ട് എന്തൊക്കെ ഇഷ്യൂസ്, അതുകൊണ്ട് ഭാര്യയുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ തീർക്കുന്നതിന് വേണ്ടി തെങ്കാശി ചുറ്റിപ്പറ്റി തന്നെ അദ്ദേഹം കിട്ടിയിട്ടുണ്ട്. ഇനി പിടി വിട്ടു പോവാതെ നോക്കുക പോലീസ് എന്നുള്ളതേ ഉള്ളൂ. ശരി, അപ്പൊ നമുക്ക്